അറഫയുടെ മൈതാനത്ത് സൂര്യൻ തീ പോലെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അന്നവിടെ നിന്നിരുന്ന ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ ഒരു മനുഷ്യന്റെ ഓരോ വാക്കിനെയും പിടിച്ചു നിന്നു. വെള്ള ഇഹ്റാമുകളിൽ എല്ലാവരും ഒരുപോലെ നിന്നു. രാജാവില്ല, ദരിദ്രനില്ല, അവിടെ മനുഷ്യർ മാത്രം. റസൂലുള്ളാഹി ജബലുർ റഹ്മയുടെ സമീപം നിന്നു. തങ്ങളുടെ ശബ്ദത്തിന് അന്നൊരു പ്രത്യേക ഭാരമുണ്ടായിരുന്നു. റസൂലുള്ളാഹി തുടങ്ങി, മനുഷ്യരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിനുശേഷം ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല. ഈ വാക്കുകൾ കേട്ട നിമിഷം സഹാബികളുടെ ഹൃദയങ്ങൾ എന്തോ വല്ലാണ്ട് വേദന അനുഭവപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞു. കാരണം അവർ മനസ്സിലാക്കാൻ തുടങ്ങി, ഇത് ഒരു സാധാരണ പ്രസംഗമല്ല, ഒരു വിടവാങ്ങലാണ്. റസൂലുള്ളാഹി തുടർന്നു, ഒരു അറബിക്ക് അനറബിയേക്കാൾ മേന്മയില്ല, ഒരു വെള്ളക്കാരന് കറുത്തവനേക്കാൾ മേന്മയില്ല. ഭക്തിയാൽ മാത്രമേ മനുഷ്യന് ഉയരുകയുള്ളൂ. അറഫയുടെ കാറ്റുപോലും നിശ്ചലമായതുപോലെ തോന്നി. അബൂബക്കർ തങ്ങൾ തല കുനിച്ച് കരഞ്ഞു. ധീരനായ ഉമർ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ നിന്ന് ഓരോ സഹാബിക്കും ഒരു ഭയമുണ്ടായിരുന്നു. റസൂൽ വിട പറയുകയാണോ? റസൂലുള്ള സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചു. അനീതിയെ അവസാനിപ്പിക്കാൻ പറഞ്ഞു. മനുഷ്യരുടെ ജീവനും സ്വത്തിനും വിശുദ്ധിയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. അവസാനം റസൂലുള്ള ജനങ്ങളോട് ചോദിച്ചു, ഞാൻ പടച്ചോന്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചോ? ലക്ഷക്കണക്കിന് ശബ്ദങ്ങൾ വിറയലോട് മറുപടി പറഞ്ഞു, അതേ റസൂലെ, ഞങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. ഉടനെ റസൂലുള്ള ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, അല്ലാഹുവേ, സാക്ഷിയാകണമേ. ആ നിമിഷം പല സ്വഹാബികൾക്കും കണ്ണുനീർ തടയാനായില്ല. കാരണം അവർക്ക് തോന്നി, അറഫയുടെ മൈതാനത്ത് നിൽക്കുന്നത് ഒരു പ്രവാചകന്റെ പ്രസംഗത്തിനിടയിലല്ല, റസൂലുള്ളാഹിന്റെ അവസാന യാത്രയുടെ നിഴലിലാണ്. സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ അറഫയുടെ കാറ്റിൽ ഒരു നിശബ്ദ സങ്കടം പടർന്നു. ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. റബ്ബിന്റെ പ്രീതിക്കായി പാപഭാരങ്ങൾ ഇറക്കി വെച്ച് പടച്ചോന്റെ മുന്നിൽ പൊട്ടിക്കരയാൻ. പടച്ചോനെ, ഒരിക്കലെങ്കിലും ഒന്നവിടെ എത്തിക്കണേ. ആമീൻ.